ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കെമിസ്ട്രി ആണ് എടുക്കാൻ പോണത്. കെമിസ്ട്രിയിലെ നെക്സ്റ്റ് ചാപ്റ്റർ 26ാമത്തെ ചാപ്റ്ററാണ് ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. അപ്പോൾ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിലെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരാം. ഹൈഡ്രോക്സിൽ എന്ന് പറയുമ്പോൾ എന്താണ്? OH ഗ്രൂപ്പ് വരിക. അതിനെയാണ് എന്ത് പറയുക? ആൽക്കഹോൾസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്, ഒരു കാർബൺ ഉണ്ടാവും, 4 ഹൈഡ്രജൻ ഉണ്ടാവും. അതിലൊരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു OH ഗ്രൂപ്പ് വരിക. അതാണ് എന്ത്? മെത്തനോൾ. ആൽക്കഹോളാണ്. അപ്പോൾ ആൽക്കഹോൾ കൂടെ വരുമ്പോൾ എന്താണ്? ആ റൂട്ട് നെയിമിൻ്റെ കൂടെ മെത്തനോൾ, പ്രൊപ്പനോൾ, എത്തനോൾ, പെൻറ്റനോൾ എന്നൊക്കെയാണ് വരിക. ഓളാണ് ചേർന്ന് വരിക. എയിനും ഈനും എന്നല്ല, എന്താണ്? ഓളാണ് ചേർന്ന് വരിക. എന്താണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്? ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിലെ ഒരു ഹൈഡ്രജന് പകരം എന്ത് വരാം? ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്ത് വരാം. അതിനെയാണ് എന്ത് പറയുക? ആൽക്കഹോൾ എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ കുറേ കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആ പടങ്ങളൊക്കെ നോക്കുക. അതായത് ഒന്നുമില്ല, ഓരോ ഹൈഡ്രജനെ മാറ്റിയിട്ട് ആൽക്കഹോൾ വരിക. പ്രൈമറി ആണെങ്കിൽ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ആൽക്കഹോൾ വരാം. സെക്കൻഡറി ആകുമ്പോൾ എന്താണ്? 2 ഹൈഡ്രജൻ മാറി വരിക, അങ്ങനെ വരിക. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുക? നമ്മൾ ആൽക്കഹോൾ എന്ന് പറയും. ഇനി നമുക്ക് നോക്കാനുള്ളൊരു ടെസ്റ്റാണ് ലൂക്കാസ് ടെസ്റ്റ്. അതായത് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി ആൽക്കഹോളുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് എന്ത്? ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൽക്കഹോളും ആൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും കൂടെ ആൽക്കഹോളും ഏതാണോ ആൽക്കഹോൾ ഉണ്ടാവില്ലേ, ആ ഒരു കോമ്പൗണ്ടും ആൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും എന്ത് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ട്രീറ്റ് ചെയ്യും. നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ടും ഏത് ആൽക്കഹോളാണെന്ന് നമുക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും എന്താണ്? ആൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ്? പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഡിഫറൻസിയേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ആൽക്കഹോളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അസോഡൈ. അസോഡൈ എന്ന് പറയുമ്പോൾ അസോഡൈസ് ആർ അസോ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ഫീനോൾസ് വിത്ത് ആരോമാറ്റിക് ഡൈസോണിയം സാൾട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ആൽക്കഹോൾ പറഞ്ഞല്ലോ. അപ്പോൾ ആൽക്കഹോൾ പോലെ തന്നെ ബെൻസീൻ റിങ്ങിൽ ഒരു OH ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിനെയാണെന്ന് പറയുക? ഫീനോൾ എന്ന് പറയാം. OH ഗ്രൂപ്പ് വരുന്നത് തന്നെയാണ് എന്ത്? ഈ ഓൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ചെയിനിൽ ഏതെങ്കിലും ഹൈഡ്രജൻ മാറിയിട്ട് വരുന്നത്. ഫീനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്ലിക് ആയിട്ടുള്ള ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ബെൻസീനൊക്കെ, അതിൽ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് OH ഗ്രൂപ്പ് വരുന്നതിനെയാണ് ഫീനോൾ എന്ന് പറയാം. ഇനി ഈ ഫീനോളും ഏതെങ്കിലും ഒരു ആരോമാറ്റിക് ആയിട്ടുള്ള മണമുള്ള ഡൈസോണിയം സാൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടാണ് എന്ത്? അസോഡൈ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഡാർക്ക് കളർ, ബ്രൈറ്റ് കളേർഡായിരിക്കും അസോഡൈസ്. അപ്പോൾ ഫീനോൾ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻസീൻ റിങ്ങിലെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നതാണ് എന്ത്? ഫീനോൾ. ഇനി ഫീനോളിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം കേട്ടോ. ദീസ് ആർ കളർലെസ് ലിക്വിഡ്സ് ഓർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ബട്ട് ബിക്കം കളേർഡ് ഡ്യൂ ടു ദ സ്ലോ ഓക്സിഡേഷൻ വിത്ത് എയർ. ഇവരെങ്ങനെയായിരിക്കാം? ഒന്നുകിൽ എന്താണ്? കളർലെസ് ആയിട്ട് ലിക്വിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ആ രൂപത്തിലായിരിക്കും ഈ ഫീനോൾസ് ഉണ്ടാവാം. പക്ഷേ ഇവരെ നമുക്ക് കളർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുക? പതുക്കെ വയർ വെച്ചിട്ട് ഓക്സിഡേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? അവർക്ക് കളർ ചെയ്യാനായിട്ട് അവരെ പറ്റും. ഫീനോൾ ഈസ് ഓൾസോ കോൾഡ് കാർബോളിക് ആസിഡ്. കാർബോളിക് ആസിഡ് എന്നും കൂടെ ഫീനോളിനെ പറയും. എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളാർ OH ബോണ്ട്, ഫീനോൾ ഫോം ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, അതേപോലെ തന്നെ വാട്ടർ ആയിട്ടുള്ളത്. അതായത് പോളാർ മോളിക്യൂൾസ്, OH എവിടെയാണ്? പോളാർ ബോണ്ട് അതിനവിടെ ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുക? കാർബോളിക് ആസിഡ് എന്നും കൂടെ പറയുന്നത്. ഇതാണ് ഫീനോൾ വരുന്നത്. നെക്സ്റ്റ് ആണ് ഈതർ വരുന്നത്. ഈതർ എന്ന് പറയുന്നത് ഓക്സിജൻ ഉണ്ടല്ലോ, 2 ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ഓക്സിജൻ്റെ ഒരു റൈറ്റ് സൈഡിൽ എന്താണ്? ഇപ്പോൾ ഏതെങ്കിലും പ്രൊപ്പീനോ അല്ലെങ്കിൽ മെത്തീനോ മീഥൈനോ ഒക്കെ വരിക. അപ്പുറത്തെ സൈഡിൽ എന്താണ്? അതുപോലത്തെ വേറൊരു ചെയിൻ വരിക. അപ്പോൾ 2 ആൽക്കൈൽ ഗ്രൂപ്പിനെ ഒരു ഓക്സിജൻ വെച്ചിട്ട് ബോണ്ട് ചെയ്യുക.
അതിനാണ് എന്ത് പറയുക, ഈതർ എന്ന് പറയുക. അത് ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഈതർ എന്ന് വരുമ്പോൾ ഓക്സി എന്നാണ് അതിൻ്റെ പേര് വരിക. അപ്പോൾ ഇപ്പുറത്തൊരു മീഥൈൽ ഗ്രൂപ്പ് അപ്പുറത്തൊരു ഈഥൈൽ ഗ്രൂപ്പാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ പേരെന്താണ്, മെത്തോക്സി ഈഥൈൻ, അങ്ങനെയാണ് അതിൻ്റെ പേര് വരിക. അതായത് ഓക്സിജൻ്റെ രണ്ട് സൈഡിലും എന്താണ്, ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആരൈൽ ഗ്രൂപ്പ്, സൈക്ലിക് ആയിട്ടുള്ളത് ആരൈൽ ഗ്രൂപ്പ് ഉണ്ടാവുക. ഇതിനെയാണെന്ന് പറയുക നമ്മൾ ഈതേഴ്സ് എന്ന് പറയാം. ഇനി ഓക്സിജൻ ആറ്റമാണ് രണ്ട് സൈഡിലുള്ളത്. അത് സൈക്ലിക് മാറ്ററിലും വരാം, അല്ലെങ്കിൽ ചെയിനായിട്ടും വരാം. ഇനി എത്തനോളിനെ ഈഥെയ്നായിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ അത് നോക്കാം. അപ്പം എത്തനോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഈഥെയ്ൻ അല്ലെങ്കിൽ എന്താണ്, 2 കാർബൺ ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിലേക്ക് അവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് എന്ത് വന്നിരിക്കുകയാണ്, OH ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. അതാണ് എത്തനോൾ. ആ എത്തനോളിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ 443 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈഥീൻ കിട്ടും. ഈഥീൻ അതായത് ഡബിൾ ബോണ്ടാണ്, ഈഥീനും വാട്ടറും കിട്ടും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതിൽ റിയാക്ഷൻ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് അത് പഠിക്കണം കേട്ടോ. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എത്തനോൾ എന്താണ് അതിൻ്റെ റിയാക്ഷൻസ്, ഫിനോൾ അതിൻ്റെ റിയാക്ഷൻസ്, ഈതർ അതിൻ്റെ റിയാക്ഷൻസ്. അപ്പോൾ നമ്മുടെ ഇതിൽ തന്നിട്ടുള്ള എല്ലാ ഇക്വേഷൻസും നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ ചോദിക്കുമ്പോൾ ഇക്വേഷൻസ് ആയിട്ടൊക്കെ ആവും ചോദിക്കുക. അപ്പോൾ എന്താ ചോദിക്കണേന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഓരോന്നിനും സബ് ഹെഡിങ് ആയിട്ടും ഇക്വേഷൻസ് വരുമ്പോൾ ആ ഇക്വേഷൻസ് മാത്രം പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ അത് എഴുതി വയ്ക്കുക, വിശദീകരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കിയിട്ട് പഠിക്കണം. താങ്ക് യു.